ദുരന്ത നിവാരണത്തിന് AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജലസംഭരണികളിലേക്ക് ഒഴുകിയെത്തുന്നതും പുറത്തേക്ക് ഒഴുകുന്നതുമായ ജലത്തിന്റെയും ലഭിക്കുന്ന മഴയുടെയും അളവ് എന്നിവ ശാസ്ത്രീയമായി തന്നെ വിലയിരുത്താനും രേഖപ്പെടുത്തിയതിനും ശേഷമാകും ഡാമുകൾ ഇനി മുതൽ തുറക്കുക. മുതലപ്പൊഴി അപകടങ്ങളുടെ വിഷയത്തിൽ അടിയന്തര തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. കേരളത്തിൽ ഉരുൾപൊട്ടലും പ്രളയസമാനമായ സാഹചര്യങ്ങളും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ദുരന്ത നിവാരണത്തിന് പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഡാം മാനേജ്മെന്റ് സംവിധാനമാണ് സർക്കാർ ആലോചിക്കുന്നത്. കാലാവസ്ഥാ പ്രവചനവും ഫ്ലഡ് മാപ്പിംഗും ശക്തിപ്പെടുത്തി ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുവാനുള്ള റെസിലിയൻസ് പ്രോഗ്രാമും നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോണായിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. മുതലപ്പൊഴിയിൽ ബോട്ട് മറിഞ്ഞുള്ള അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് സമൂലമായ മാറ്റം കൊണ്ടുവരാനും സർക്കാർ ആലോചിക്കുന്നു. അടുത്തയാഴ്ച ഇത് സംബന്ധിച്ച് യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുതലപ്പൊഴിയെ സംബന്ധിച്ചിട്ടുള്ള അടിയന്തര തീരുമാനം ഉണ്ടാവും. അടുത്തയാഴ്ച മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഫാദർ യൂജിൻ പരേരയുടെ നേതൃത്വത്തിൽ അവിടുത്തെ വൈദികർ വന്ന് അവിടെ കണ്ടിരുന്നു. ഞാൻ നേരത്തെ പല പ്രാവശ്യം പോയിരുന്നു. മുതലപ്പൊഴിക്ക് അത്യാവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിക്കും, പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. അതായത് ഷോർട്ട് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ആഴ്ച തന്നെ ചെയ്യും. ദുരന്ത നിവാരണത്തിന് ഒഡീഷ മാതൃക പിന്തുടരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, മഴയുടെ അളവ് എന്നിവ ശാസ്ത്രീയമായി വിലയിരുത്തിയ ശേഷമാകും ഇനി മുതൽ ഡാമുകൾ തുറക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനം, തിരുവനന്തപുരം.